അസീസ്ക, നമ്മള് ഈ ക്രിയാറ്റിനും ക്രിയാറ്റിനൈനും ഇല്ലേ, അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നൊന്ന് പറയോ? ക്രിയേറ്റിനും ക്രിയേറ്റിനൈനും ആദ്യം ക്രിയേറ്റിൻ എന്താന്ന് പറയാം. ക്രിയേറ്റിൻ എന്ന് പറയുന്ന ഒരു 3 അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. 3 അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജിനിൻ, ഗ്ലൈസിൻ, പിന്നെ മെത്തിയോനൈൻ എന്ന് പറഞ്ഞിട്ടുള്ള 3 അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് ക്രിയേറ്റിൻ എന്ന് പറയുന്നത്. പിന്നെ ക്രിയേറ്റിനൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലുള്ള ക്രിയേറ്റിനെ നമ്മൾ ഉപയോഗിച്ചിട്ട് വരുന്ന ഒരു വേസ്റ്റേജ് കണ്ടന്റ് ആണ് ക്രിയേറ്റിനൈൻ എന്ന് പറയുന്നത്. സാധാരണ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കാണിക്കുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിനൈൻ എന്നുള്ളതാണ്. നമുക്കിപ്പോ ക്രിയാറ്റിൻ എടുക്കാൻ പാടില്ല എന്നുള്ള റോങ് ഇൻഫർമേഷൻസ് ഇപ്പൊ കുറേ ഉണ്ട്. നമ്മള് ജിമ്മിൽ വരുന്ന ലേഡീസിന് ക്രിയാറ്റിൻ എടുക്കണമെന്നുണ്ട്, പക്ഷെ അതിന്റെ സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളത് കൊണ്ട് എടുക്കാത്ത കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? ആക്ച്വലി ഈ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുറിവൈദ്യന്മാർ, ആ രീതിയിലുള്ള ആൾക്കാരാണ് ഈ രീതിയിലുള്ള നുണപ്രചാരണങ്ങൾ ഉണ്ടാക്കുന്നത്. ക്രിയേറ്റീൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ കാലത്തും മെഡിക്കൽ ഫീൽഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റീനെ പറ്റിയിട്ട് അത്രയധികം പഠനം നടത്തിയിട്ടുണ്ട്. എന്നിട്ട് എല്ലാവരും ശരിവെച്ചിട്ടുള്ളൊരു കാര്യമാണ് ക്രിയേറ്റീൻ നമ്മുടെ ശരീരത്തിന് എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും ഗുണം ചെയ്യുന്നൊരു കണ്ടന്റ് ആണെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് വളരെ വിശ്വസതയോടെ നല്ലൊരു ബ്രാൻഡിന്റെ ക്രിയേറ്റീൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മസിൽ ബ്ലേസിന്റെ ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റ് ആണ്. അത് പിന്നെ വെൽക്കോറിന്റെ ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു ദോഷവും ഒരു പാർശ്വഫലങ്ങളും ഇന്നേ വരെ ആരിലും കണ്ടെത്തിയിട്ടില്ല. പക്ഷേ അതിലൊരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം, നിങ്ങൾക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള കിഡ്നി ഡിസീസസ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ വേണമെങ്കിലും ക്രിയേറ്റിൻ യൂസ് ചെയ്യാം. അതിന് സ്പെഷ്യലായിട്ട് ടൈമോ അതിന് സ്പെഷ്യലായിട്ട് സമയക്രമങ്ങളോ ഒന്നുമില്ല. ഓക്കെ, നിങ്ങൾ ഏത് ടൈമിനും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് ഓരോ ബോഡി വെയ്റ്റിനനുസരിച്ച് നമ്മൾ ഒരു 5 to 7 ഗ്രാം വരെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.